നമ്മളിപ്പോൾ ഉള്ളത് ഉപ്പളത്ത് ഗ്രാൻഡ് ഓപ്പണിങ്ങിന്റെ ഭാഗമായി നമ്മൾ TNT ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ TNT ഓണേഴ്സിൽ വന്ന് നമ്മൾ നല്ലതുപോലെ വെൽക്കം ചെയ്യും. പിന്നെ ഞാൻ കാസർഗോഡ് എവിടെ പോയാലും ഈ കുയിൽ അവിടെ ഉണ്ടാവും. ഇത് വേറെ ആരും അല്ല, ഇതാണ് നമ്മളെ നീലക്കുയിൽ. ഈ നീലക്കുയിലിന്റെ റിയൽ നെയിം അറിയുന്നവർ ഒന്ന് കമന്റ് ഇടണം. ആൻഡ് ദിസ് ഇസ് മൈ ഇന്നത്തെ ഫിക്സ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ് ബിലോ ഹൗ വാസ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്, അതിന്റെ ജസ്റ്റ് ഒരു കമന്റ് ഇടണം. ഈ ജോർദൻ ഷൂ അത് ഞാൻ ഫസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായി. ബട്ട് അൺഫോർച്ചുനേറ്റ് എന്റെ ആ സൈസിലെ ഷൂ അത് സോൾഡ് ഔട്ട് ആയി. പക്ഷെ അത് എനിക്ക് സങ്കടമായി. ബട്ട് ഓണർ അൻവർ ബ്രോ, എനിക്ക് ഇഷ്ടമുള്ള ഷൂ നീ 3 വെച്ചെടുത്തോ. അവിടെ ആ ഷൂസിനെ കാട്ടി നല്ല ഷൂസ് ഉണ്ട്, എന്നാലും ആ സെക്ഷൻ സെൽസിലേക്ക് മാറി. ആ ഒരു ഷൂ ഞാൻ അത്രക്ക് ആഗ്രഹിച്ചു പോയി. അതുകൊണ്ട് ആ ടൈപ്പ് ഷൂവിന്റെ സെക്ഷൻ തന്നെ ഒഴിവാക്കിയത്. എനിവേസ് ഐ ചോസ് വൺ. ബട്ട് സെക്കൻഡ് ടൈം എനിക്ക് അതിന്റെ സൈസ് കിട്ടിയിട്ടുണ്ടായിട്ടോ. പക്ഷെ ഓണേഴ്സ് നാഫി ബ്രോ ആൻഡ് ബദ്രു ബ്രോ അതും എനിക്കൊന്ന് സെറ്റ് ആക്കി തന്നു. അങ്ങനെ അതോടത്ത് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെ ഇഫ്രാസിനെല്ലാം കണ്ട് നെക്സ്റ്റ് റിലീസ് ആണ് മൂവിന്റെ ടിക്കറ്റ് അയച്ചാൽ പറഞ്ഞു. അങ്ങനെ എന്തെല്ലോ നമ്മ ബ്ലാ ബ്ലാ ബ്ലൂ ഒക്കെ സംസാരിച്ച ലാസ്റ്റ് അവര് പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ട് വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആയാലും ഓണേഴ്സ് ആയാലും ഭയങ്കര നല്ല ക്ലോസ് ആണ്. ബിക്കോസ് ഈ റിമാൽ TNTന്റെ വെറുതാണ്. അവിടുന്ന് നേരെ അൽത്താഫിന്റെ ഷംനാണ് ഷോപ്പിലേക്ക്. അവർ ഞങ്ങളെ നോമ്പ് തുറക്കുന്ന സമയം മുതൽ വെയിറ്റ് ആക്കാൻ തുടങ്ങിയതാണ്. ബട്ട് നോട്ട് പ്രോബ്ലം, കുറച്ച് നമ്മൾ ലേറ്റ് ആയെന്നേ ഉള്ളൂ. അവിടുന്ന് കുറെ കഴിഞ്ഞിട്ട് ഫോൺ ആൻഡ് അജ്മൽ ബ്രോ സ്റ്റാർട്ട് ചെയ്ത റമദാൻ നൈറ്റ് 3.0 സ്ട്രീറ്റിലേക്ക് നമ്മൾ എല്ലാവരും പോയി. കാരണം നമ്മളെ ചോക്ലേറ്റ് കൊതിച്ച് നമുക്ക് അത്ര കൊതിയൊന്നുമില്ല. എന്റെ ഈ വ്ളോഗിൽ മെയിൻ ക്യാരക്ടറായ ഒരാൾ കൂടിയുണ്ട്, അതാണ് നമ്മളെ ഷെയ്ൻ ബ്രോ. ഷെയ്ൻ ബ്രോ ഇല്ലാത്തപ്പോൾ നമ്മ ഭയങ്കര പോയി. നമ്മളൊക്കെ ഷെയ്ൻ ബ്രോ ഉണ്ട്, ഷെയ്ൻ ബ്രോ ഇങ്ങനെ പാറും. ഇതാണ് നമ്മളെ ഫോൺ. കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഹാർഡ് വർക്കും മാംഗ്ലൂസ് പിടിച്ചാ കിട്ടിയില്ല. ഇപ്പൊ ടൈം രാവിലെ ആവാൻ. എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ ഓക്കെ ബൈ.